ചില യാത്രകൾ മുടങ്ങുമ്പോഴാണ് അത് അപ്രതീക്ഷിതമായ മറ്റു ചില യാത്രകൾക്ക് വഴിയൊരുക്കുന്നത്. അങ്ങനെ തുടങ്ങിവെച്ച ഒരു യാത്രയുടെ കഥയാണ് ഈ വ്ളോഗ്. കേരളത്തിലെ പെരിന്തൽമണ്ണയിൽ നിന്ന് തുടങ്ങി ഗുജറാത്തിലെ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ ലാർജസ്റ്റ് സാൾട്ട് ഡെസേർട്ടിലേക്ക് ഒരു യാത്ര. അതെ, 3 സുഹൃത്തുക്കൾ, ഇലക്ട്രിക് കാർ ആൻഡ് ദ ഗ്രേറ്റ് റാൻ ഓഫ് കച്ച്. ഇത് തന്നെയാണ് ഈ യാത്രയുടെ പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് പല യാത്രകൾ പലതവണ പോയിട്ടുണ്ടെങ്കിലും ഇതുവരെയും ഒരു വ്ളോഗ് ചെയ്യാത്ത ഞങ്ങൾ ഈ ഒരു വീഡിയോ എടുക്കാൻ തീരുമാനിക്കുന്നത്. ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ മാംഗ്ലൂർ എത്തിയിട്ടുണ്ട്. ഇനി നേരെ ഗുജറാത്തിലേക്ക് പോയോണ്ടിരിക്കുകയാണ്. ഫുഡ് കഴിച്ചിട്ടില്ല, ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തണം. ഞങ്ങളിപ്പോ മണിപ്പാലി എന്ന് പറഞ്ഞ റെസ്റ്റോറന്റിൽ എത്തി. മാംഗ്ലൂർ ഉടുപ്പി എത്താനായി. കാറ് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി ഫുഡ് പ്രിപ്പയർ ചെയ്യാനുണ്ട്. അപ്പൊ അതിന്റെ പരിപാടികളിലേക്ക് പോട്ടെ. ഫുഡ് ഉണ്ടാക്കല്ലടാ, കുറച്ച് വെള്ളം എടുത്തോ. ബട്ട്ലർ അജയനെ കണ്ടപ്പോ പറയണല്ലേ മിസ്റ്റർ ബട്ട്ലറിന് പോലെ ഉണ്ട് കേട്ടോ. എനിക്കിങ്ങനെ തോന്നും ഈ ട്രോളി ഫുള്ള് ഹൈ ക്വാളിറ്റി ഐറ്റംസ് ആണെന്ന്. പക്ഷെ അതൊന്നുമല്ല. ഞങ്ങളിത് തുറക്കുമ്പോൾ കാണിച്ചു തരാം. നമുക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ള സ്ഥലം കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ സാധനങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാനുള്ള പരിപാടിയിലാണ്. ഇതാണ് ഞങ്ങളെ ട്രോളി. ഇതാണ് നമ്മളെ കുക്ക്. ഇതാണ് ഞങ്ങളെ ട്രോളി. അജയ് സാധനം എടുക്ക്, പുറത്തേക്ക് എടുക്ക്. മുട്ട നല്ല പൊട്ടിട്ടുണ്ട്. മുട്ട പൊട്ടിയിട്ടൊന്നും ഉണ്ടാവില്ല. ആദ്യമായി നമ്മൾ ഉണ്ടാക്കുന്നത് മാഗി. ഏത് അല്ല, ഇത് തിളച്ചില്ലേ? ഇത് ഞാൻ കുറച്ച് അധികം ഉണ്ടാക്കിയിട്ടുണ്ട്. EV ചാർജിങ് ഉണ്ടാവുമ്പോഴേ അതിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാല് ഇതേപോലത്തെ ഹോട്ടലിലാവും അതില് സംഭവം ഉണ്ടാവുക. അവിടുന്നാണെങ്കിൽ നമുക്ക് കുക്കിംഗ് നടക്കില്ല. അപ്പോൾ അജയിന്റെ ഐഡിയ ആണ് ഇങ്ങനത്തെ ഒരു ട്രോളി എടുക്കാന്നുള്ളത്. അത് വളരെ നന്നായി ഇപ്പൊ തോന്നുന്നുണ്ട്. കാരണം നമുക്ക് വല്ല പറമ്പിലേക്കോ ഒഴിഞ്ഞ സ്ഥലത്തേക്കൊക്കെ ഉരുട്ടി കൊണ്ടുവരാം, സുഖമായിട്ട് കുക്ക് ചെയ്യാം. നമ്മൾ ഉണ്ടാക്കിയോണ്ട് പറയല്ലേ, വളരെ നന്നായിട്ടുണ്ട്. ഗൈസ്, നമ്മളിപ്പോ ഷിരൂരെത്തി. നമ്മളെ അർജുന്റെ ലോറി അപകടത്തിൽപ്പെട്ട സ്ഥലം ഈ ഭാഗത്തല്ല, അതായത് ഷിരൂർ എന്നുള്ള പ്ലേസിലാണ്. അവര് ആ റോഡിലല്ല. അത് പോകുമ്പോ നമ്മൾ കാണുമോ? എത്രാമത്തെ റോഡാ? 4ആയില്ലേ? ഈ ലോങ് ഒക്കെ പോകുമ്പോൾ ഏറ്റവും നല്ലൊരു കാര്യമുണ്ട്. നമ്മളെ രാജമാർഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് NHAയുടെ, അതായത് നാഷണൽ ഹൈവേന്റെ ഒരു പ്രോഗ്രാമാണ്. ആനുവൽ പാസ് ആണല്ലേ? പാസ് ഒരു വർഷത്തിനാണ് ഈ പാസ് ഉള്ളത്. നമുക്ക് 200 ടോൾ വരെ യൂസ് ചെയ്യാം. അങ്ങനെ അപ്പോ ഏതാണോ ആദ്യം ആവുന്നത് ആ സമയത്ത് എക്സോസ്റ്റ് ആവും. അങ്ങനെ അപ്പോ ഏറ്റവും നല്ലത് ഇങ്ങനെ ലോങ് ഒക്കെ പോകുന്ന ആൾക്കാർ അങ്ങനത്തെ ഒരു ആനുവൽ പാസ് എടുക്കുന്നതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം.
പൈസയും കുറവായിരിക്കും. ഇതേതാ പൈസ സ്ഥലം? ഇത് ബഡ്കൽ. ആകെ ഒരു സ്ഥലം അവനറിയും, ബഡ്കൽ. എന്നിട്ട് അതിങ്ങനെ പറയാ ഓരോ സ്ഥലത്തെത്തി ചോദിച്ചാലും ഇത് ബഡ്കൽ. അതെന്താ അറിയില്ല. നേരത്തെ കണ്ടതപ്പോ ബഡ്കലൊന്നും അല്ലല്ലേ? നേരത്തെ ബഡ്കൽ എത്താൻ പോകുന്നു. ബഡ്കലിന്റെ പ്രാന്ത പ്രദേശങ്ങളെ നീ കുറച്ച് കഴിഞ്ഞാല് ഇപ്പോൾ എവിടെ സ്ഥലത്തേക്ക് ബഡ്കൽ കഴിഞ്ഞു. ബഡ്കൽ അങ്ങാടിയാണ് ഈ കാണുന്നത്. നീ കുറച്ച് കഴിഞ്ഞാൽ ബഡ്കൽ കഴിഞ്ഞിട്ട് 10 മിനിറ്റ് ആയി, അങ്ങനല്ലേ? ഓ ശരി, എന്നാ ബഡ്കൽ വിട്ടു. ഞാനേ മാപ്പ് നോക്കിക്കോളാം, അതാ നല്ലത്. മാപ്പിൽ എന്താ പറയുന്നത് നോക്കാം. KSRTC നമ്മുടെ കർണാടക സ്റ്റേറ്റിന്റെ ട്രാൻസ്പോർട്ട് വെഹിക്കിളാണ്. അതന്നെ. ഫൈസേ, ഏതാ സ്ഥലം? ബഡ്കൽ കഴിഞ്ഞിട്ട് ഇപ്പൊ 15 കിലോമീറ്റർ ആയി. ഇപ്പൊ അങ്കോളെത്തി. ഇനി കാറ് ചാർജ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇവിടെ ഹോട്ടലുണ്ട്. നേരെ ഫുഡ് കഴിച്ചിട്ട് ബാക്കി യാത്ര. ഏകദേശം 50% ചാർജ് ഉണ്ട്. ഇനി ബാക്കി കുറച്ചുകൂടി ചാർജ് കയറിയാൽ മതി. ഇതാണ് നമ്മളെ ഫോറസ്റ്റ് ഏരിയ. ഗോവയ്ക്ക് പോകുമ്പോഴുള്ള ഏരിയ എന്നൊക്കെ പറയും. ഇപ്പോ ഇതിലൂടെ നൈറ്റ് പോയി കഴിഞ്ഞാല് കുറച്ച് സീനാണ്. എല്ലാരും പറയല് ഒരു 7 മണിയുടെ മുമ്പായിട്ട് ഈ ഏരിയ ക്രോസ് ചെയ്യണം എന്നാണ്. ഇവർക്ക് കുറച്ച് കള്ളന്മാരൊക്കെ ഇട്ടില്ല, പിടിച്ചുപറികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് എന്നാണ് പറയല്. മുംബൈ പോണ്ട, മടങ്ങിക്കോന്നോ? അത് മറുകയാന്നോ? പോണ്ട പറഞ്ഞാ പിന്നെ എങ്ങനെ പോവാതിരിക്കുക? പോണ്ട നമ്മള് പോയി ആരാ പാടി? അജയ് പാടിയെന്ന്. ഞാൻ പാടൂല. എന്നാ പാടിക്കോ, അല്ലെങ്കിൽ അതിന് 18. പോണ്ടാന്ന് പറഞ്ഞ അതിനൊക്കെ ആരെങ്കിലും പാടുന്നുണ്ടാവും. അത് കേക്കണ്ട വെച്ചിട്ടാവും പോണ്ട. ഹായ്. ഇതാണ് ദ ന്യൂ സുവാരി ബ്രിഡ്ജ്. മനോഹർ സേതു എന്നും ഈ ബ്രിഡ്ജിനെ അറിയപ്പെടുന്നുണ്ട്. ഗോവയിലെ സുവാരി നദിക്ക് കുറുകെ സൗത്ത് ഗോവയെയും നോർത്ത് ഗോവയെയും ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് ഇത്. ഈ പാലം ഇന്ത്യയിലെ തന്നെ 2nd ലോങ്ങസ്റ്റ് കേബിൾ സ്റ്റേയ്ഡ് ബ്രിഡ്ജാണ്. ഹലോ, അപ്പോൾ നമ്മളെ EVയും കൊണ്ടുള്ള യാത്ര ഇവിടെ ഗോവയിൽ പനാജിയിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് 60% ചാർജ് ഉണ്ട്. എന്നാലും ഒന്ന് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം രത്നഗിരി എന്നുള്ള സ്ഥലത്ത് പോവുകയാണ്. രത്നഗിരി എത്തുന്നതിന് മുമ്പ് ഒരു രാജ്പുരി എന്നുള്ള സ്ഥലമുണ്ട്. അവിടെയാണ് നമ്മൾ റൂമൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുവരെ നമ്മളൊന്ന് ചാർജ് ആവണ വരെ ഒന്ന് ഇത് കൂടെ കറങ്ങിയിട്ട് വരാം.
അപ്പോൾ വണ്ടി ചാർജ് ചെയ്തിട്ട് ഞങ്ങൾ ഇങ്ങനെ പനാജിയുടെ ഫുട് പാത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇവിടെ ഒരു അംബേദ്കർ പാർക്ക് ഉണ്ട്, ഒരു ഫോറസ്ട്രി ഡിവിഷൻ്റെ പാർക്കാണ്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോന്നു. ഫായ്സ് പിന്നെ നിസ്കരിക്കാനുള്ളതുകൊണ്ട് പള്ളിയിൽ പോയി കുറച്ച് നേരം ഇവിടെ നിന്ന് ഹാങ് ഔട്ട് ചെയ്തിട്ട് ചാർജ് ഒരു 20 മിനിറ്റ് കൊണ്ട് ചാർജ് ആവും. എന്നിട്ട് പിന്നെ വണ്ടി എടുത്ത് നേരെ പോവും. നല്ല രസമുണ്ട് കാണാൻ. അതിൻ്റെ പൂക്കൾ കണ്ടോ, ഫുള്ള് വീണിട്ട്. എന്തായാലും നല്ല പാർക്കാണ്. ഇവിടേക്ക് എൻട്രി ഫീസ് ഒന്നുമില്ല. ഇപ്പോൾ EV കൊണ്ട് വരുന്ന ആൾക്കാർക്കൊക്കെ ഈ ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞാൽ ഒരു ഫുഡ് സ്ട്രീറ്റ് ഉണ്ട്, അവിടുന്ന് ഫുഡ് കഴിക്കാം. പിന്നെ അത് കണ്ടോ, ഒരു ഉടുപ്പി പാലസ് ഒക്കെ കണ്ടോ, അവിടെ ആ ഏരിയയിൽ കൂടെ പ്രോൺസും അങ്ങനെ എല്ലാ ഫുഡും കിട്ടുന്ന ഇതുണ്ട്. പിന്നെ ഈ ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യണമെങ്കിലൊക്കെ പറ്റിയ പാർക്കുമാണ്. ഇപ്പം ഞങ്ങൾ ഗോവയിൽ നിന്ന് പോയോണ്ടിരിക്കുകയാണ്. ഗുർമോലി റെസ്റ്റോറൻ്റ് ആണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം. അത് രാജാപൂർ എന്നുള്ള സ്ഥലത്താണ് ഉള്ളത്. ഏകദേശം 159 കിലോമീറ്റർ ഉണ്ട്, 2.5 മണിക്കൂറുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം ഇനി എന്തായാലും പോട്ടെ, ടാറ്റ. ഹലോ, അപ്പം ഞങ്ങൾ ഹോട്ടൽ ഗുരുമൗലി ലോഡ്ജിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ EV ചാർജിങ് ഉണ്ട്, അവിടെ നമ്മളെ കാറ് ചാർജ് ചെയ്യാനുണ്ട്. ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഈ റൂമിലേക്ക് പോവാണ്. ഈ ലഗേജൊക്കെ എടുക്കാനുണ്ട്, ലഗേജൊക്കെ എടുത്തിട്ട് പോട്ടെ. അപ്പോൾ ഗുഡ് നൈറ്റ്. ഹലോ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഇതായിരുന്നു നമ്മളെ റൂം. ഫൈസ് റെഡി ആയി വരുന്നുണ്ട്, എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. സമയം ഏകദേശം 8 മണിയാവാനായി. ഞങ്ങൾ സ്റ്റേ ചെയ്ത സ്ഥലത്തെ വ്യൂ ആണിത്. വലിയ കുഴപ്പമില്ലാത്ത റൂമാണ്. ഏകദേശം 2000 റുപ്പീസാണ് റൂമിനായത്. AC റൂമാണ്. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി ഇപ്പോൾ രത്നഗിരിക്കാണ് മാപ്പ് ചെയ്തിട്ടുള്ളത്. 1.25 മണിക്കൂറുണ്ട് ഏകദേശം. സെറ്റല്ലേ? നല്ല വിജനമായ റോഡാണ്. റോഡ് നല്ല വീതിയുടെ ഭയങ്കര ബമ്പിയാണ് റോഡ്. ഇപ്പോൾ സമയം 9 മണിയായി. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിലാണ്. ഇവിടെ പൊതുവെ മൊത്തത്തിൽ ഒഴിഞ്ഞ സ്ഥലങ്ങളാണ്, ആ കാര്യമായിട്ട് ആൾക്കാരൊന്നും കാണില്ല. ഫായ്സ് ചെയർ സെറ്റ് ചെയ്യാണ്. വലിയ ചൂടൊന്നുമില്ല, ഏകദേശം ഒരു 22 ഡിഗ്രി ഒക്കെ ഉള്ള ചൂട്. പിന്നെ രാവിലത്തെ സണ്ണാവുകൊണ്ട് വലിയൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പം ഇനി ബാക്കി സെറ്റ് ചെയ്യട്ടെ. അതുപോരെ അതുപോരെ ബാക്കി പാല് നമുക്ക് കുടിക്കാം. അങ്ങനെ പച്ചക്കോ ചായപ്പൊടി എവിടെ? ചായപ്പൊടി ഇതിലുണ്ടോ? ഇതെന്താ ഇതിലൊരു കറുത്ത കളറൊക്കെയാണോ ഇതില്? എനിക്കറിയില്ല. ഇത് കഴുകി പാത്രം കഴുകിയില്ല? പാത്രം കഴുകിയില്ല? ഓ മാൻ, ഞാൻ മറ്റേത് ചൂടാക്കിയിട്ടുണ്ട് പാത്രം. പാത്രം ചൂടാക്കിയിട്ടുണ്ട്, കഴുകിയിട്ടില്ല. അത് ലൈറ്റ് ചെയ്യാട്ടോ, ലൈറ്റ്. അതുപോരെ? സൂപ്പർ സൂപ്പർ. ഇതാണ് ഗാന്ധാപേൽ കേവ്സ്. ഇത് മുംബൈ ഗോവ ഹൈവേയിൽ, അതായത് NH66 മഹാദ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തിൻ്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു 30ഓളം വരുന്ന ബുദ്ധ ഗുഹകളുടെ ഒരു കൂട്ടാണ്. ഇതിന് പാണ്ഡവലേനി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ട് പാണ്ഡവരുടെ കാലത്ത് പാണ്ഡവാസം ഒറ്റ ദിവസം കൊണ്ട് ഈ കേവ്സ് ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ടൊരു ഹിസ്റ്ററിയും കൂടി ഇതിൻ്റെ ബാക്കിലുണ്ട്. ഇത് നമുക്ക് വളരെ ആക്സസിബിൾ ആയിട്ടുള്ള കാര്യമാണ്, നമ്മൾ ഈ റോട്ടിലൂടെ പോകുമ്പോൾ തന്നെ കാണുന്നതാണ്. പക്ഷെ നമുക്ക് ഇതിന് അവിടെ ഇറങ്ങി കാണാനുള്ള സമയമില്ലാത്തതുകൊണ്ട്
വേറെ കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ളത് കൊണ്ടും ഞങ്ങളിവിടെ ഇറങ്ങുന്നില്ല. അപ്പോൾ ഇതിലൂടെ പോകുന്ന ആൾക്കാർക്ക് ഫ്രീ ആണെങ്കിൽ ഇതിൽ കയറി കണ്ട് ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. ഹലോ, ഞങ്ങളിപ്പോൾ മഹാരാഷ്ട്രയിലാണുള്ളത്. മഹാരാഷ്ട്രയിൽ കലംജി പാട്ട എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. ഇപ്പോൾ ചാർജ് ചെയ്യാൻ വേണ്ടി നിർത്തിയതാണ്. ഇന്ന് രാത്രി മിക്കവാറും വാപ്പിയിൽ നിൽക്കാനാണ് പ്ലാന്. സൂറത്തിൽ ചിലപ്പോൾ അവിടെ സ്റ്റേ ചെയ്യും. കുഴപ്പമില്ല, ക്ഷീണമൊന്നും കാര്യമായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ നേരെ ഇന്ന് അഹമ്മദാബാദ് വരെ നൈറ്റ് ഡ്രൈവും കൂടി ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. ഏകദേശം 1:30 ഇനി ചെറുതായിട്ട് ഭക്ഷണം എന്തെങ്കിലും കഴിച്ചിട്ട് അങ്ങനെ പോകാമെന്നാണ് പ്ലാന്. എങ്ങനെയുണ്ട് ഇത്രയും നേരത്തെ ഡ്രൈവിങ്? ഒരു മിനിറ്റ് ഞാൻ മൈക്ക് തരാം കേട്ടോ. ഞാൻ ഈ പറയണ മനസ്സിലാവില്ല. പറ, എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണ് അറിയേണ്ടത് ചോദിക്കൂ. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ യാത്ര? ഇന്നത്തെ യാത്ര വളരെയധികം അടിപൊളിയായിരുന്നു. പോയി നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ടാണ് പോണത്. രാവിലത്തെ ഫുഡ് സൂപ്പർ ആയില്ലേ? അടിപൊളി. ഇതാണല്ലേ നമ്മള് കുക്ക്. സൂപ്പർ. ചായ കൊള്ളായിരുന്നു. ചായ ഞാനാണ് ഉണ്ടാക്കിയത്. അത് സൂപ്പർ ആയിട്ടുണ്ട്. പിന്നെ റോഡിന്റെ കാര്യം പറയാം. റോഡൊക്കെ അടിപൊളിയാണ്. കണ്ണെത്താ ദൂരത്തോളം പരന്ന് കിടക്കുന്ന റോഡ്, 3 വരി പാത. നമ്മളെ നാട്ടിലുള്ള പോലെ അത്ര കൺജഷൻ ഒന്നും ഇല്ല, വണ്ടികളേ ഇല്ല. അടിപൊളിയായിരുന്നു. നല്ല സുഖമായിട്ടുള്ള റോഡ് അല്ലേ? പിന്നെ EV ആയതുകൊണ്ട് എനിക്ക് ഒരു കാര്യം മാത്രമേ ഉപയോഗിക്കേണ്ടി വന്നിട്ടുള്ളൂ. അടിപൊളിയായിരുന്നു. അത് ശരിയാട്ടോ ഫായിസ് പറഞ്ഞത്. നമുക്ക് EV കൊണ്ട് ഉള്ളൊരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് എങ്ങനെ ചാർജ് ചെയ്യണം എന്നുള്ളതാണ്. പക്ഷെ ചാർജിങ് ഞങ്ങൾ ഫുഡൊക്കെ കുക്ക് ചെയ്ത് പോകുന്നതുകൊണ്ട് ചാർജിങ്ങിന്റെ സമയം നമുക്ക് ഫുഡ് കഴിക്കാൻ ഇതൊക്കെ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി. പിന്നെ അതിലൊരു ഗുണം എന്ന് പറയുന്നത് സിംഗിൾ പെഡൽ ഡ്രൈവ് ചെയ്യാൻ പറ്റും. നമുക്ക് സുഖമായിട്ട് ഒരു കാല് മാത്രം യൂസ് ചെയ്താൽ മതി. നല്ല സുഖമായി ഡ്രൈവ് ചെയ്യാൻ പറ്റും. നല്ല കംഫർട്ടബിൾ ആണ്. നല്ല യാത്ര തന്നെയായിരുന്നു. ഇതുവരെ ആർക്കും ഒരു ക്ഷീണോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പൊ നമ്മളിപ്പോ കേരളത്തിൽ നിന്ന് ഇപ്പൊ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു 1-2 ദിവസം ആവാനായി. അപ്പൊ ഞാൻ ഫുഡ് എടുക്കല്ലേ? ഫുഡ് കഴിക്കാം. എന്നാ പോര് വരും, നമുക്ക് ഫുഡ് അടിക്കുന്ന. അങ്ങനെ നമ്മളെ KL 53X0123 നമ്മളെ വണ്ടി ഓപ്പൺ മഹാരാഷ്ട്രയിലെത്തി. അൺലോക്ക് ചെയ്തു. ഇപ്പൊ തുറക്കും. എല്ലാം ബ്രെഡും ആണ് ഇപ്പത്തെ ഫുഡ്. ഫായിസേ, എന്താ നമ്മളെ പ്ലാന്? താങ്ക് യു. നമ്മളിനി മുംബൈ പോവാം. മുംബൈയിൽ സ്റ്റേ ഒന്നുമില്ലല്ലോ? ഇല്ലല്ല, ഫുൾ റൺ അല്ലേ? മുംബൈയിൽ സ്റ്റേ ചെയ്താല് ഇന്നത്തെ കാര്യം നടക്കൂല. അത് ശരിയാ. നമുക്ക് നല്ല ഓടാൻ കിട്ടോ. അഹമ്മദാബാദിൽ നാളെ എത്തുമോ? നാളെ വൈകുന്നേരം. ഇന്നലെ പോവാണെങ്കിൽ എത്തും എനിക്ക് തോന്നുന്നില്ല. മാറ്റേണ്ടി വരുമോ? മുംബൈക്ക് 2-3 മണിക്കൂർ ഉണ്ടാവും. നോക്കാം. ഹലോ, അപ്പൊ നമ്മള് മുംബൈയിലെത്തി. ഇത് അടൽ സേതു എന്നുള്ള ബ്രിഡ്ജിന്റെ മുകളിലാണ്. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ലോങ്ങസ്റ്റ് ബ്രിഡ്ജ് ആണിത്. ലോങ്ങസ്റ്റ് സീ ബ്രിഡ്ജ്. ഏകദേശം 21.8 കിലോമീറ്റേഴ്സ് ആണ് ഇതിന്റെ നീളം കേട്ടോ. മാപ്പിൽ കണ്ടോ? ഇത്രയും വലിയ പാലാണ് ഇവിടുന്ന് നവി മുംബൈ വരെ. അത് ഓൾഡ് മുംബൈയും നവി മുംബൈയും കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജ് ആണ് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഇവിടുത്തെ വ്യൂ. മറ്റേ സന്തോഷ് ജോർജ് അങ്ങനെ പറയുന്ന പോലെ ഞങ്ങളിപ്പോൾ മുംബൈയുടെ നഗരപ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്യുകയാണ്. എന്റെ ഡ്രൈവർ സ്പൾബർഗ് ഇവിടെയുണ്ട്. സ്പൾബർഗിന് ആകെ ഒരു മുദ്ര മാത്രമേ അറിയൂ. സ്പൾബർഗ് ദിമുദ്രയാണ് സ്പൾബർഗിന്റെ. ഈ മുംബൈയിലെ റോഡ്സ് കുറച്ച് കൺഫ്യൂസിങ് ആണ്. കാരണം ഒരു റോഡിന്റെ മുകളിൽ വേറെ റോഡുകളുണ്ട്. നമുക്ക് GPS കറക്റ്റായിട്ട് മനസ്സിലാവില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ വോയിസ് ഒന്ന് ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു. മുംബൈ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സിറ്റി തന്നെയാണ്. ഇവിടെ നമുക്ക്
തീരെ പൈസ ഇല്ലെങ്കിലും ജീവിക്കാൻ പറ്റും, നല്ല ക്യാഷ് ഉണ്ടായിട്ട് അടിച്ചു പൊളിച്ചും ജീവിക്കാൻ പറ്റും. എല്ലാ രീതിയിലും മുംബൈ ഒരു നല്ലൊരു നഗരമാണെന്നാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ 2-3 വട്ടം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഞാനും ഫായിസൊക്കെ തന്നെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ അന്നൊക്കെ നമ്മൾ ട്രെയിനിലാണ് വന്നത്. അന്ന് ലോക്കൽ ട്രാൻസ്പോർട്ട് യൂസ് ചെയ്തു. നമുക്ക് ഭയങ്കര ചീപ്പാണ്, ട്രാൻസ്പോർട്ടേഷനൊക്കെ നല്ല ചീപ്പായിട്ടുള്ള സ്ഥലമാണ്. പിന്നെ പാവ് ബജി, ഇവിടുത്തെ പാവങ്ങളുടെ ബർഗർ, അതിനൊക്കെ ഭയങ്കര ചീപ്പ് റേറ്റാണ്. അപ്പോൾ അത് കഴിച്ചാൽ തന്നെ നമുക്ക് അത്യാവശ്യം വയറ് നിറയും. പിന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഫുഡുകളും എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു നഗരമാണ് മുംബൈ. അപ്പോൾ ഇതിലൂടെ അങ്ങനെ പോയി ഇപ്പോൾ താനെ എന്നുള്ള സ്ഥലത്താണ് നമ്മൾ ഒന്ന് സ്റ്റേ ചെയ്യാൻ വിചാരിക്കുന്നത്. കുറച്ച് നേരം, ഒരു സ്റ്റേ അല്ല, ഒരു ചെറിയൊരു ബ്രേക്ക് അല്ലേ. അപ്പോൾ അതിന് 19 കിലോമീറ്റർ ഉള്ളൂ, പക്ഷേ 1 hour 6 minutes ആണ് കാണിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ട് എന്നാണ് തോന്നുന്നത്. എന്തായാലും നീ പോയോക്കട്ടെ. ഹലോ യൂട്യൂബ്, ഗുഡ് മോർണിംഗ്. ഞങ്ങളിപ്പോൾ വഡോദരയാണ്. വഡോദരയിൽ നിന്ന് നേരെ അഹമ്മദാബാദിലേക്ക് പോയോണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ 5:45 ആയപ്പോൾ ഞങ്ങൾ വഡോദര എത്തി. 5:45 നേരെ പോയിട്ട് ഒരു ചാർജിങ് സ്റ്റേഷനിൽ കയറി ചാർജ് ചെയ്തു. ഒരു 1.5 മണിക്കൂർ ഞങ്ങൾ അവിടെ ചാർജ് ചെയ്യണ സമയം ജസ്റ്റ് ഒന്ന് കിടന്നുറങ്ങി. ഇന്നലെ രാത്രി തീരെ ഉറങ്ങിയിട്ടില്ല, അതുകൊണ്ട് ഇപ്പം ക്ഷീണമൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞാൽ ക്ഷീണം ഉണ്ടാവും ഉറപ്പാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞങ്ങൾ ഡ്രൈവ് ചെയ്യുന്നില്ല. ഇന്ന് അഹമ്മദാബാദിൽ എത്തിയിട്ട് അവിടുന്ന് എന്ത് ചെയ്യണം എന്ന് പ്ലാൻ ചെയ്യണം. നല്ല രസമുള്ള റോഡാണ് നമ്മള് ഈ വഡോദരയിൽ നിന്ന് അഹമ്മദാബാദിലേക്കുള്ള റോഡ്. ഒരു സൈഡില് ഫുള്ള് ബോഗൻ വില്ലാസും വേറെ കുറെ പൂക്കളുണ്ട് കേട്ടോ, മഞ്ഞ കളറുള്ള പൂ. എന്ത് രസാലേ കാണാൻ. പിന്നെ ഈ ഏരിയ, ഈ സൈഡ് കണ്ടോ, നല്ല രസമുള്ള ഒരു മല. നമ്മുടെ കാശ്മീർ സൈഡൊക്കെ പോയാൽ കാണാം ഇങ്ങനത്തെ മരങ്ങൾ ഇഷ്ടം പോലെ. അതേപോലെ പൂക്കളുള്ള മരങ്ങളും ഒക്കെ ആയിട്ട് നല്ല രസമുള്ള ഏരിയ, ഭയങ്കര ഭംഗിയുണ്ട് കാണാൻ. ആ ഒരു സ്ട്രെയിറ്റ് വ്യൂ, എന്ത് രസാല്. പിന്നെ നമുക്ക് പെട്ടെന്ന് കിലോമീറ്റേഴ്സ് കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവിടെ നമ്മളെ സ്പീഡ് ലിമിറ്റ് 120 ആണ്. നമുക്ക് ആ ഒരു റേഞ്ചിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഏരിയയും കവർ ആവും. പിന്നെ ഒരു ക്ഷീണവും കാര്യങ്ങളൊന്നുമില്ല, നല്ല സുഖമായിട്ട് പോകാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇന്ന് അഹമ്മദാബാദിൽ എത്തിയിട്ട് ബാക്കി കാര്യങ്ങളൊന്ന് തീരുമാനിക്കണം. ആ സൈഡിലൊക്കെ മരങ്ങള്, അതിന്റെ അപ്പുറത്ത് എന്ത് ഭംഗിയാലേ. നമുക്ക് ഇന്നലെയൊക്കെ നല്ല തണുപ്പുണ്ടായിരുന്നു അല്ലേ. നമ്മള് നല്ല തണുപ്പായിരുന്നു ഇന്നലെ. ഞാന് കുറെ നേരം AC ഓഫ് ആക്കിയിട്ട് ഫാന് മാത്രം ഇട്ടിട്ട് ആ വണ്ടി ഡ്രൈവ് ചെയ്തിരുന്നത്. ഇടയ്ക്കൊന്ന് പുൾ ഓവർ ചെയ്ത് അല്ലെ, പുറത്തേക്കൊന്ന് ഇറങ്ങിയപ്പോഴത്തേനൊക്കെ എന്തൊരു തണുപ്പായിരുന്നു. പിന്നെ അത്യാവശ്യം കാറ്റും ഉണ്ട് ഒക്കെ പാടായിട്ട്. ഗുജറാത്തിന്റെ ഗ്രാമീണതയിലൂടെയുള്ള യാത്രയാണ്. ഹലോ, അപ്പോൾ നമ്മൾ അഹമ്മദാബാദിലെത്തി. ഇതൊരു ഹിസ്റ്റോറിക് സിറ്റിയാണ്. നമ്മൾ ഇവിടെ 22ഓളം പോയിൻറ്റ്സ് ഉണ്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. നമ്മളതിന് പറയുക അഹമ്മദാബാദ് ഹെറിറ്റേജ് വാക്ക് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി നമ്മുടെ ഈ അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു മന്ദിർ ടു മസ്ജിദ് ജേണി എന്നാണ് അതിനെപ്പറ്റി പറയുക. അതായത് സ്വാമിനാരായൺ ടെമ്പിളിൽ നിന്ന് നേരെ ജമാ മസ്ജിദ് വരെ അതിൻ്റെ ഇടയിൽ പല പല പോയിൻറ്റ്സ് ഉണ്ട്. അവിടെയൊക്കെ പല പല കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനൊരു പരിപാടി ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കണ്ടതിന് ശേഷം ഞങ്ങൾ ഇവിടുന്ന് യാത്ര തിരിക്കുന്നതാണ്. സോ അതിൻ്റെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.